സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത നായരുടെ വിസ്താരം പുനരാരംഭിച്ചു. കമ്മീഷന് സരിത തെളിവുകളടങ്ങിയ CD കൈമാറി. ഡിജിറ്റൽ തെളിവുകളെന്ന് സരിത. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സിജു സുഗതഞ്ചേരിയാണ്. സിജു, വളരെ നിർണായകമായ ഒരു നിമിഷമാണ്, ഒരു ദിവസമാണ് ഇന്ന് സോളാർ കമ്മീഷന് സോളാർ കേസുമായി ബന്ധപ്പെട്ട്. ഇതുവരെയും സരിതയുമായി ബന്ധമില്ല എന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായ തെളിവുകൾ നൽകുമെന്നാണ് സരിത നേരത്തെ പറഞ്ഞിരുന്നത്. അതുപ്രകാരം 3 CD-കളാണ് ഇപ്പോൾ സരിത കൈമാറിയിരിക്കുന്നത്. തെളിവുകൾ ഇല്ല, തെളിവുകളുടെ അഭാവത്തിൽ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സരിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമാണ് പുതിയ തെളിവുകൾ? സുരേഷ്, ഇന്നത്തെ തെളിവ് നൽകൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകളില്ല എന്ന തരത്തിൽ തന്നെയാണ് അട്ടിമറി നടത്തിയാണ് ഈ വാർത്ത. ഈ സോളാർ തട്ടിപ്പ് എന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയെ കുരുക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമാണ് എന്ന വാദമാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സരിത നൽകുന്ന ഈ തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് 3 CD-കളാണ് സോളാർ കമ്മീഷൻ മുൻപാകെ സരിത ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് സലിം രാജും അതോടൊപ്പം തന്നെ സരിതയും തമ്പാനൂർ രവിയുമായി നടത്തിയ സംഭാഷണത്തിന്റെ CD-കളാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ CD-യിൽ ബെന്നി ബെഹനാനുമായി 2014 മുതൽ 16 വരെ ഫോണിൽ സംസാരിച്ചതിന്റെ CD-യാണ്. കഴിഞ്ഞ സിറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിയപ്പോൾ എബ്രഹാം കലമണ്ണിൽ നേരിൽ കാണുമെന്ന് ഫോണിൽ ആവശ്യപ്പെട്ടു, പക്ഷേ താൻ കണ്ടില്ല. പകരം തന്റെ കൂടെയുള്ള വിനുകുമാറിനെ കണ്ടുവന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ ഇപ്പോൾ സരിത നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ സരിത ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയിരുന്നു. തന്റെ കയ്യിൽ മുഖ്യമന്ത്രിയെ കുരുക്കുന്നതിനുള്ള തെളിവുകളുണ്ട്, അത് ഡിജിറ്റൽ തെളിവാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ സോളാർ കമ്മീഷൻ മുൻപാകെ സരിത ഹാജരാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അതായത് 3 CD-കൾ ഇന്ന് സരിത സോളാർ കമ്മീഷൻ മുമ്പേ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു CD-യിൽ പറയുന്ന കാര്യങ്ങൾ ബെന്നി ബെഹനാനുമായി 2014 മുതൽ 16 വരെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കറിയാം, ബെന്നി ബെഹനാൻ അതോടൊപ്പം തന്നെ തമ്പാനൂർ രവി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കൾ ഈ അടുത്ത ദിവസങ്ങൾ വരെയും ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയും സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും നടത്തിയതിന്റെ തെളിവുകളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഇപ്പോൾ സരിതയുടെ പക്കലുള്ള CD-യും ആ ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷൻ മുമ്പിൽ ഹാജരായിരിക്കുന്നത്. തീർച്ചയായും ഈ തെളിവുകൾക്ക് പ്രാധാന്യമുണ്ട്. സരിത മുഖ്യമന്ത്രിക്കെതിരെയും ആര്യാടനെതിരെയും വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ തലേന്ന് ഇതുമായി ബന്ധപ്പെട്ട് തമ്പാനൂരുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖ പീപ്പിൾ TV അടക്കം പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കാം ഒരുപക്ഷെ മറ്റ് 2 CD-കൾ ഉണ്ടാവുക. ഏതായാലും ഈ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് ഒരാഴ്ചക്ക് മുമ്പ് സരിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ തെളിവുകളാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ 3 CD-കളുണ്ട്. അതിൽ ഒരു CD-യിൽ ആദ്യത്തെ CD-യിലുള്ള വിവരങ്ങൾ ബെന്നി ബെഹനാനുമായി 2014 മുതൽ സംസാരിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ കഴിയും. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ CD-കൾ തന്നെയാണ്. ശബ്ദ രേഖകളടക്കമുള്ള മറ്റ് സംസാരിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷന് മുമ്പാകെ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം, പ്രത്യേകിച്ച് A ഗ്രൂപ്പിലെ നേതാക്കന്മാരടക്കം ഈ ഒരു സാഹചര്യത്തെ വിമർശിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമ്പാനൂർ രവി അടക്കം സരിതയെ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതടക്കമുള്ള വ്യക്തമായ ശബ്ദരേഖയാണ് പീപ്പിൾ അടക്കം പ്രക്ഷേപണം ചെയ്തത്. എന്നാൽ അതിനെ പറ്റിപ്പോലും അദ്ദേഹം പറഞ്ഞത് സരിത ഇങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ശബ്ദരേഖയാണ് പുറത്തുവിടുന്നത് എന്നാണ്. എന്നാൽ അത് കേട്ട എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ സരിതയുമായി ബന്ധപ്പെട്ട് തന്റെ മേൽ കുറ്റങ്ങൾ എത്തുമ്പോൾ അല്ലെങ്കിൽ സംശയ ലേശമന്യ കാര്യങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയും നിരാകരിക്കാൻ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അനുചാരക വൃന്ദങ്ങൾക്കും എത്രത്തോളം കനത്ത ആഘാതമായിരിക്കാം സരിത ഇനിയും സമർപ്പിക്കാൻ പോകുന്ന ഈ തെളിവുകൾ? സുരേഷ്, ഇപ്പോൾ സരിത സമർപ്പിച്ച 3 CD-കളിൽ ഒരു CD-യിലെ വിവരങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അതിൽ തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മലയാളി ശ്രീധരൻ നായരും താനും സരിതയും തമ്മിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഡിജിറ്റൽ തെളിവ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ഓഡിയോ ആണോ വീഡിയോ ആണോ എന്ന തരത്തിൽ സരിത എന്ന് വ്യക്തമാക്കുകയുണ്ടായില്ല. അതെല്ലാം തന്നെ മാത്രമല്ല, കമ്മീഷൻ ആവശ്യപ്പെടാതെ തന്നെ തെളിവുകൾ ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇടപെട്ടതിന്റെ തെളിവുകൾ സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമെന്നാണ് സരിത പറഞ്ഞിരുന്നത്. അത് ഏതായാലും മറ്റ് 2 CD-യിലെ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും തെളിവുകൾ എവിടെ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഒരുപക്ഷെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇത് ആയിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായികളായ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും സരിതയെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഈ മൊഴി മാറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോളാർ കമ്മീഷനിൽ നൽകുന്ന മൊഴികളിൽ
മാറ്റം വൈരുദ്ധ്യങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടും മൊഴികൾ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ഇടപെട്ടിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ സരിത തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ തെളിവുകളാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ പെടുന്ന ഒരു കാലഘട്ടത്തിൽ മുതലേ സരിത ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ എന്ന് പറയുന്ന തട്ടിപ്പ് വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ എത്രത്തോളം ആസൂത്രണമായിരുന്നു. സരിത തന്നെ മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ സോളാർ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ കൊണ്ട് നയം രൂപീകരിക്കാൻ വേണ്ടി ചരടുവലികളാണ്, ആസൂത്രണങ്ങളാണ് നടത്തിയിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ സരിതയെ ബന്ധപ്പെടുമ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത സരിത ഉണ്ടാക്കിയിട്ടുണ്ടാകാം, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ആ തെളിവുകൾ ഏറ്റവും നമുക്ക് മുൻപിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷയുള്ള വാർത്ത മല്ലേലി ശ്രീധരൻ നായരും അതോടൊപ്പം തന്നെ സരിതയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നിൽക്കുന്നതായ ദൃശ്യങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന 2 സീഡുകൾ ഉണ്ടായേക്കാം, ഉണ്ടായില്ലേക്കാം. പക്ഷെ ഏതായാലും ആ വാർത്തയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ന് 3-ാം ദിവസത്തെ വിസ്താരം സോളാർ കമ്മീഷനിൽ സരിത നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തെളിവുകൾ എന്ന് പറയുന്ന തരത്തിൽ 3 സീഡുകൾ നൽകിയിരിക്കുന്നു. ആ 3 സീഡുകളിൽ ഒരു സീഡിയിൽ തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും സലിം രാജും അടക്കമുള്ളവർ സംസാരിച്ചതിന്റെ തെളിവുകളാണ് നൽകിയിരിക്കുന്നത്. മറ്റ് 2 സീഡുകളിലെ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും ഇന്ന് രാവിലെ തന്നെ സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരാകുന്നതിന് മുമ്പ് സരിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് സോളാർ കമ്മീഷൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകും, ഡിജിറ്റൽ തെളിവുകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡിജിറ്റൽ തെളിവുകളിൽ ഒന്ന് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും മല്ലേലി ശ്രീധരൻ നായരും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി. അതോടൊപ്പം തന്നെ സരിത ഇപ്പോൾ വ്യക്തമായ തെളിവുകളുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമായ തെളിവ് പുറത്തുവിട്ടിരുന്നു. അതായത് ഇ.കെ. ബാബുരാജിന്റെ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട് സരിത സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു അപേക്ഷ, ആ ഒരു അപേക്ഷയിൽ മുഖ്യമന്ത്രി സൈൻ ചെയ്യുന്നു. അത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ആ ശുപാർശ അയച്ചു കൊടുക്കുന്നു. 3 ദിവസത്തിനകം തന്നെ സരിത എഴുതിയ ഈ കത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശയിന്മേൽ ജില്ലാ കളക്ടർ ആലപ്പുഴ ജില്ലാ കളക്ടർ നടപടിയെടുക്കുന്നു. സരിതയുമായി തനിക്കൊരു ബന്ധവുമില്ല, സരിതയുമായി വ്യക്തിപരമായി ഒരു പരിചയവും പോലും തനിക്കില്ല. മല്ലേലി ശ്രീധരൻ നായരെ കോൺഗ്രസ് അനുഭാവി എന്ന രീതിയിൽ തനിക്ക് പരിചയമുണ്ടെങ്കിലും സരിത എസ് നായരെ ആ രീതിയിൽ ഒരിക്കലും തനിക്ക് പരിചയമില്ല, അത്തരം ഒരു ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി 40 വട്ടം ആവർത്തിച്ച് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ കഴിഞ്ഞ ദിവസം തന്നെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് അല്ലെങ്കിൽ പീപ്പിൾ TVയോട് സരിത വ്യക്തമാക്കിയുണ്ടായി വരും ദിവസങ്ങളിൽ ഇതിനോട് ചേർന്നുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന്. അത്തരത്തിൽ സരിത പീപ്പിൾ TVയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തമായ രേഖകളെ, പ്രത്യേകിച്ച് സീഡുകളെ കാണേണ്ടതല്ലേ? പീപ്പിൾ TV വ്യക്തമായ തെളിവ് പുറത്തുവിട്ടതിന്റെ തുടർ നടപടിക്രമം എന്ന രീതിയിൽ സുരേഷ്, ബാബുരാജിന്റെ വസ്തുവിന്റെ റീസർവേയുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ റീസർവേ നടത്തുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളാണ് ഇപ്പോൾ സരിത ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ തെളിവുകൾ എന്ത് എന്ന തരത്തിൽ, അതായത് മുഖ്യമന്ത്രി അടക്കം നേരത്തെ പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് തെളിവെവിടെ എന്ന തരത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ തെളിവ് ഒരു പക്ഷേ ഇന്ന് ഈ CD അടങ്ങിയിരിക്കുന്നതിൽ മുഖ്യമന്ത്രിയും സരിതയും അതോടൊപ്പം തന്നെ മല്ലേലി ശ്രീധരൻ നായരുമായി ഒരുമിച്ച് നിൽക്കുന്നതോ അവർ സംഭാഷണം നടത്തുന്നതായ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദരേഖയോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും വലിയ തെളിവായി പറയാൻ കഴിയുക. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നൽകിയ മൊഴിയും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്നും നാളെയും സരിത നൽകുന്ന കൂടുതൽ തെളിവുകൾ ഉമ്മൻചാണ്ടിക്ക് വലിയ ആഘാതം തന്നെ ഏൽപ്പിക്കും. കാരണം ഇന്ന് തന്നെ അതിന്റെ സൂചന സരിത നൽകിക്കഴിഞ്ഞു. താൻ പറയുന്ന സത്യം പറയുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇതിനെ ഭയപ്പെടുന്നവർ പറയുന്നതെന്നാണ് സരിത പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ 2 വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സരിത 2 തെളിവുകൾ, ഒന്ന് നമ്മൾ പുറത്തുവിട്ട ബാബുരാജിന്റെ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തമ്പാനൂർ രവിയും പിന്നെ ബെന്നി ബെഹനാൻ എന്നിവരും, അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും തമ്മിലുള്ള സംഭാഷണത്തിന്റെയും മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനായ സലിം രാജുമായിട്ടുള്ള സംഭാഷണത്തിന്റെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സരിത പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആ കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ സ്വന്തമായി ഉപയോഗിച്ചിരുന്നില്ല. സരിത മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നത് സഹായികളുടെ, അതായത് ജിക്കുമോൻ, ജോപ്പൻ, അതോടൊപ്പം തന്നെ ഗൺമാൻ സലിം രാജ് എന്നിവരുടെ ഫോണിൽ
കൂടിയാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു ചുവടിൽ പിടിച്ചാണ്, അതായത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത് ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഫോണിലൂടെ സരിതയുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തെളിയിക്കാൻ വളരെ സമർത്ഥമായി ഇത്തരത്തിൽ നടത്തിയ ശ്രമങ്ങൾ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം മുഖ്യമന്ത്രി ഒരിക്കലും ഡയറക്റ്റ് വിളിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ സഹായികളുടെ ഫോണിൽ നിന്ന് മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നു. സരിത അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നത്. ഏതായാലും ഇന്ന് സോളാർ കമ്മീഷൻ മുൻപാകെ സരിത ഡിജിറ്റൽ തെളിവ് കൈമാറിയിരിക്കുന്നു. ആ 3 CD കൈമാറിയിരിക്കുന്നതിൽ ഒരു CD-യിലെ വിവരങ്ങൾ വ്യക്തമായിരിക്കുന്നു. ബെന്നി ബെഹനാൻ 2014 മുതൽ 16 വരെ സരിതയുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ തമ്പാനൂർ രവി സോളാർ കമ്മീഷന് മൊഴി നൽകുന്നതിന് തലേ ദിവസം തമ്പാനൂർ രവി സരിതയെ വിളിച്ചതിന്റെ ദൃശ്യങ്ങൾ, മൊഴി മാറ്റിപ്പറയുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ബിജു രാധാകൃഷ്ണനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം അടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ തെളിവുകൾ അടങ്ങിയ CD-യാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ സരിത സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതായത് സരിതയുടെ മനം മാറ്റാനടക്കമുള്ള സമ്മർദ്ദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബിജു രാധാകൃഷ്ണനെ കാണാൻ 3 പേർ എത്തിയതും അതിൽ ഒരാൾ ബിജു രാധാകൃഷ്ണനുമായി സംസാരിച്ചതടക്കം പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സരിത പറഞ്ഞിരിക്കുകയാണ്, എബ്രഹാം കലമൺ തെളിവുകൾ നശിപ്പിക്കാനടക്കം തന്നോട് ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ തന്നെ വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് ഭയപ്പെടുന്നവർ അതിനെ നിരാകരിക്കാനുള്ള, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ശക്തമായി തുറന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയല്ലേ സരിതയുടെ ആ വാക്കുകൾ അല്ലെങ്കിൽ കമ്മീഷന് നൽകിയ മൊഴി. സുരേഷ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സരിത നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ, അതായത് എബ്രഹാം കലമണ്ണിൽ അതോടൊപ്പം തന്നെ വിനുകുമാറുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അതടങ്ങിയ CD-യാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതിന്റെ ഓഡിയോ CD ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കുമെന്നാണ് സരിത കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതായത് എബ്രഹാം കലമണ്ണിൽ തെളിവ് നശിപ്പിക്കുന്നതിനായിട്ട് സമ്മർദ്ദം ചെലുത്തിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സരിത പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 3 കാര്യങ്ങൾ, ഒന്ന് ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ തമ്പാനൂരുമായിട്ടുള്ള സംഭാഷണം, രണ്ടാമത് ബാബുരാജിന്റെ ഭൂമി റീസർവേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിന്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ എബ്രഹാം കലമണ്ണിലും വിനുകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ. ഇതിന്റെ ഓഡിയോ CD ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കുമെന്ന് ഇപ്പോൾ സരിത കമ്മീഷനെ അറിയിച്ചിരിക്കുന്നു. സുരേഷ്, സിജു, സരിതയുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ചാരിത്ര പ്രസംഗം എന്ന രീതിയിലുള്ള വിമർശിച്ചുകൊണ്ടുള്ള വളരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസ് നേതൃത്വത്തെയും UDF സർക്കാരിനെയും കളങ്കപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് സരിതയുടെ പുതിയ മൊഴികൾ, പുതിയ രംഗപ്രവേശം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഷിബു ബേബി ജോൺ അടക്കം ഇന്നലെ കാര്യങ്ങൾ ആ രീതിയിലാണ് പറഞ്ഞത്. കെ സുധാകരൻ അടക്കം ഇത്തരം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഒരുപക്ഷെ സരിത എന്ന് പറയുന്ന സ്ത്രീയുടെ വെറുതെയുള്ള സംസാരമാണ്, ആരോപണമാണ് എന്നുള്ള സംശയം ഒരു ഭാഗത്ത് ഊട്ടിയുറപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളുമായി സരിത മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി തനിക്ക് പരിചയമില്ല സരിതയെന്ന് നിരാകരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പരിചയമുണ്ട് സരിതയെ. അതോടൊപ്പം തന്നെ ഈ ബന്ധത്തിന് കൂട്ടുനിന്ന ആൾ തന്നെയാണ്. സോളാറുമായി ബന്ധപ്പെട്ട് വളരെ അനട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനൊക്കെയും ഇത്തരം തട്ടിപ്പിന് കൂട്ടുനിന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി പദം അതിനെ ഉപയോഗിച്ചു എന്ന രീതിയിൽ വ്യക്തമായ തെളിവുകൾ വരുമ്പോൾ, സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ വ്യക്തമായ കാണുന്ന ദൃശ്യപ്പെടുന്ന രേഖകൾ, ആ സാക്ഷിത്വം ജനങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അത് എത്രമാത്രമായിരിക്കാം പ്രതിരോധത്തിലാവുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിമർശനങ്ങളുമായി പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി അടക്കം മുന്നിൽ നിൽക്കുമ്പോൾ. സുരേഷ്, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി അടുപ്പക്കാരനായ ബിസിനസ്മാൻ എബ്രഹാം കലമണ്ണിലും അതോടൊപ്പം തന്നെ വിനുകുമാർ ആളുമായി നടത്തിയ സംഭാഷണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. ഈ തെളിവുകൾ കമ്മീഷൻ രേഖപ്പെടുത്തിയെന്നാണ് പറയാനുള്ളത്. പിന്നീട് വരുമ്പോൾ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ UDF-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും എടുത്തിരിക്കുന്ന നിലപാട് സരിതയുടെ ആധികാരികതയും സരിത പറയുന്നതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF നേതാവും മന്ത്രിയുമായ ഷിബു ബേബി ജോൺ പറഞ്ഞത് സ്വന്തം നഗ്നത വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച സരിതയെ ആണോ വിശ്വസിക്കുന്നത് അതോ മുഖ്യമന്ത്രിയാണോ ജനം വിശ്വസിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്തുകൊണ്ട് സരിത പറയുന്ന കാര്യങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ UDF നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പക്ഷേ ഒരു കമ്മീഷന് മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് മുമ്പിൽ വരുമ്പോൾ വെറും പറച്ചിലുകളല്ല, തെളിവുകളാണ് ഹാജരാക്കേണ്ടതെന്നും ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ആധികാരികത നിർണ്ണയിക്കുന്ന തെളിവുകളാണ് എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ സരിത ഇന്ന് ഹാജരാക്കുന്ന 3 സീഡികൾ, ഇന്ന് ഹാജരാക്കിയിരിക്കുന്ന 3 സീഡുകളിലെ വിവരങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോൾ 3 സീഡുകളിലെ വിവരങ്ങൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഒന്ന് തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും സലിംരാജും അടക്കമുള്ളവരുമാണ് സരിത നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ. 2 ബാബുരാജിന്റെ വസ്തു റീസർവേ ചെയ്ത് കൊടുക്കുന്നതിനായി മുഖ്യമന്ത്രി ഇടപെട്ടത്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തും അടുപ്പക്കാരുമായ ബിസിനസ്മാൻ എബ്രഹാം കലമണ്ണിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തിയ ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇതെല്ലാം ആണിപ്പോൾ, അതടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ സരിത കൊടുത്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി പ്രേക്ഷകർക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷകർക്ക് അറിയേണ്ടത്, സരിതയും മലയാളി ശ്രീധരൻ നായരും, സരിത മുൻപൊരിക്കൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് മലയാളി ശ്രീധരൻ നായരും താനും മുഖ്യമന്ത്രിയും ഒന്നിച്ചുള്ള ഓഫീസിൽ വെച്ച് ഉള്ള ദൃശ്യങ്ങൾ അടങ്ങിയ CD, അതിലെ അല്ലെങ്കിൽ സംഭാഷണം അടങ്ങിയ ഡിജിറ്റൽ തെളിവ് ഉണ്ടെന്നുള്ളതാണ്. അതുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ്, നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ മലയാളി ശ്രീധരൻ നായരും അല്ലെങ്കിൽ അതോടൊപ്പം സരിതയുമായുള്ള കൂടിക്കാഴ്ച, അത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാമല്ലോ, അങ്ങനെ ഒരു പരിശോധനയിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും തടിയൂരാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ UDF നേതൃത്വത്തെയുമാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ സരിത സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമായ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ശബ്ദരേഖകളും മുന്നിൽ നിൽക്കുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV തന്നെ പുറത്തുവിട്ട EK ബാബുരാജനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭൂമിയുടെ റീസർവേയുമായി ബന്ധപ്പെട്ട ആ രേഖ വ്യക്തമായ തെളിവുകൾ സഹിതം പീപ്പിൾ പുറത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പല കോൺഗ്രസ് നേതാക്കന്മാരും വിഷമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം അത്രമാത്രം ശക്തമായ തെളിവുകളാണ്. ഈ തെളിവുകളടക്കമാണ് ഇപ്പോൾ സോളാർ കമ്മീഷന് മുന്നിൽ സരിത നൽകിയിരിക്കുന്നത്. അത് എത്രമാത്രം പ്രതിരോധത്തിലാക്കും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ? സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ, വാർത്തകൾ, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ബാബുരാജിന്റെ വസ്തു റീസർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് പീപ്പിൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത, അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ സരിത ഒരു തെളിവായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇത് എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്നത് അറിയാൻ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കൃത്യമായ 60 ദിവസത്തിൽ കൂടുതൽ ഈ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് വാദങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് സരിത റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഈ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എന്നതാണ് അറിയേണ്ടിയിരുന്നത്. ഇത്തരത്തിലൊരു തെളിവ് ഒരുപക്ഷെ സരിത ഇന്ന് ഹാജരാക്കിയാൽ അത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും, UDF നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും. സുരേഷ്, കഴിഞ്ഞ ദിവസവും ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പീപ്പിൾ TV അടക്കം പ്രക്ഷേപണം ചെയ്ത സമയത്ത് അതായത് സരിത മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയ സമയത്ത് തമ്പാനൂർ രവി അവരെ വിളിക്കുകയും ഒരു ഡീൽ ഉറപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനെ പലപ്പോഴും പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം വയ്യാത്ത അല്ലെങ്കിൽ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് തമ്പാനൂർ രവി അടക്കമുള്ള നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളായ ബെന്നി ബെഹനാൻ അടക്കം തമ്പാനൂർ രവി അടക്കം സരിതയെ വിളിച്ച് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അവരെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ അങ്ങോട്ട് വിളിക്കുകയാണ് എന്നതടക്കമുള്ള മുടന്തൻ ന്യായങ്ങളാണ് അവർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഇത്തരം മുടന്തൻ ന്യായങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന ഒരു സമീപനമായിരിക്കുമോ ഇനിയുള്ള നിമിഷങ്ങളിലും സമയങ്ങളിലും അവർ സ്വീകരിക്കുക? ആ രീതിയിൽ തന്നെയായിരിക്കുമോ കാര്യങ്ങൾ പോവുക? സുരേഷ്, ഒരുപക്ഷെ തമ്പാനൂർ രവി അന്ന് പറഞ്ഞ കാര്യം ഇത് സരിത അങ്ങോട്ട് വിളിക്കുകയായിരുന്ന തരത്തിലുള്ള വാദമാണ് തമ്പാനൂർ രവി ശബ്ദരേഖ പുറത്തു വന്നതിന്റെ തുടർച്ചയായി പറഞ്ഞത്. പക്ഷേ ഇത് ആ വാർത്ത കാണുകയും ആ ശബ്ദരേഖ കേൾക്കുകയും ചെയ്ത് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. കാരണം തമ്പാനൂർ രവി നിരന്തരമായി സരിതയുമായി ഒരു ബന്ധം പുലർത്തിയിരുന്നു. കാരണം ആ സംഭാഷണത്തിന്റെ ഒരു രീതി, ടോൺ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. കാരണം പരിചയമില്ലാത്ത ഒരാളും പരിചയമുള്ള ഒരാളും തമ്മിൽ സംസാരിക്കുന്നതിന്റെ രീതിയിലല്ല. കാരണം നിരന്തരമായ അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ അത്തരത്തിലാണ് തമ്പാനൂർ രവി സരിത സംസാരിച്ചത്. സരിത പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സരിത ഈ ദിവസം വരെയും പറഞ്ഞ കാര്യങ്ങളിൽ കളവേതുമില്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം ഒരു പക്ഷേ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സരിതയ്ക്ക് പണം നൽകാമെന്ന് പറയുന്ന നേരത്തെ നമുക്കറിയാം 1 കോടി
80 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന തരത്തിൽ സരിത വാദം ഉന്നയിച്ചിരുന്നു, സരിത ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് കോടതി അന്വേഷണ ഉത്തരവിടുകയും മുഖ്യമന്ത്രിക്ക് അടക്കം രാജിയിലേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആദ്യ കാലഘട്ടങ്ങളിൽ പണം നൽകി കേസൊതുക്കാമെന്നതായിരുന്നിരിക്കാം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിലപാട്. പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാകാം സരിത ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സരിത എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ അത്രയധികം മഹത്വവൽക്കരിച്ച് കാണേണ്ട ഒരാളല്ല. കാരണം ഒരു തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ തട്ടിപ്പ് നടത്തുമ്പോൾ അതിനെ സാധൂകരിക്കാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ സരിതയ്ക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് തന്നെ സരിതയും മുഖ്യമന്ത്രിയും തമ്മിൽ ഉള്ള ഒരു സംഭാഷണത്തിന്റെ ഒരു സീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ സരിത രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഏതായാലും ഇതുവരെ നമ്മൾ വാർത്തകളിലൂടെ കൊടുത്തുകൊണ്ടിരുന്നതും സരിത പറഞ്ഞതുമായ കാര്യങ്ങൾ അതിന്റെ തെളിവുകളാണ് സരിത ഹാജരാക്കിയിരിക്കുന്നത്. തെളിവുകൾ ഇല്ല എന്ന് പറയുന്ന തരത്തിൽ ഇനി മുഖ്യമന്ത്രിക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി എത്ര അധികം ആൾക്കാരാണ് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ബിസിനസ്സുകാർ, മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അങ്ങനെ ഒരു വലിയ ശൃംഖല തന്നെ ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് ഇതാണ്. കാരണം മുഖ്യമന്ത്രി ഒരു പക്ഷേ ചില സമയങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഈ തട്ടിപ്പിന്റെ ഒതുക്കാനോ അല്ലെങ്കിൽ മൊഴിമാറ്റിക്കാനോ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തി. അതാണ് തമ്പാനൂർ രവിയുടെ അടക്കമുള്ള ഒരു സംഭാഷണത്തിൽ പുറത്തുവന്ന്. ഏതായാലും ഏറ്റവും വലിയ തെളിവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സുരേഷ്, സരിതയുടെ മൊഴി ആദ്യ ദിവസം പുറത്തുവന്ന സാഹചര്യത്തിൽ തന്നെ ജിക്കുമോനെയും ജോപ്പനെയും അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ അടക്കമുണ്ടായത്. അതായത് അവർക്കെതിരെ നടപടിയെടുത്തു. തന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് താൻ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ തനിക്കത് അറിയില്ല, അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തു എന്ന രീതിയിൽ വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ ബെന്നി ബെഹനാൻ 2014 മുതൽ 16 വരെ സരിതയുമായി സംസാരിച്ചതിന്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ സലിം രാജും തമ്പാനൂർ രവിയും അടക്കം സംസാരിച്ചതിന്റെ തെളിവുകൾ ഇപ്പോൾ സിഡിയിൽ സോളാർ കമ്മീഷന് മുന്നിൽ സരിത കൈമാറിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇവരിലൂടെയാണ് പല ഡീലുകളും മുഖ്യമന്ത്രി അടക്കം ഉറപ്പിക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ പരസ്യമായ രഹസ്യമാണ്. അതായത് തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ ഇവർ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ വിശേഷണങ്ങൾ ഉള്ളവരാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് അതിന്? സുരേഷ്, സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിൽ ഡീലുകൾ നടത്തുമ്പോൾ ഒരിക്കലും നേരിട്ട് നടത്താൻ സാധ്യതയില്ല. വളരെ നിർണായകമായ നിമിഷങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഈ ബന്ധപ്പെട്ട ആൾക്കാരുമായി നേരിട്ട് ഫോണിലൂടെയൊക്കെ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാവുക. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള എല്ലാ ഡീലുകളും നടത്തുക മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ വ്യക്തികൾ തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവുമായി, അതായത് തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും സംഭാഷണത്തിനോട് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ തമ്പാനൂർ രവി ഈ സോളാർ കമ്മീഷന് മൊഴി നൽകുന്നതിന് 2 ദിവസം മുമ്പ് സരിതയുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2014 മുതൽ 2016 വരെ എന്തൊക്കെയാണ് ബെന്നി ബെഹനാൻ സംസാരിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് ഒരുപക്ഷെ ഇന്ന് നൽകിയ സീഡിയിൽ ഉണ്ടായിരിക്കുക. അതുകൂടി തെളിവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഇതിൽ എത്രത്തോളം മുഖ്യമന്ത്രി ഇൻവോൾവ് ആയിരുന്നു, മുഖ്യമന്ത്രിയും അടുപ്പക്കാരി എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് ഇനി ആ തെളിവുകൾ കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ കഴിയും. ഏതായാലും ഏപ്രിൽ 30 കൂടി സോളാർ കമ്മീഷന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി അടക്കം വിസ്തരിച്ചത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വിസ്തരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഈ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് വേണം കമ്മീഷൻ ഒരു നിഗമനത്തിലെത്താൻ. സോളാർ കമ്മീഷനെ നിയോഗിച്ചത് UDF സർക്കാർ തന്നെയാണ്. കമ്മീഷൻ നിഗമനത്തിലെത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരം നിഗമനങ്ങൾ പരിശോധിക്കാതെ ഈ തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും അടക്കമുള്ള അടുപ്പക്കാരുടെ സംഭാഷണവും കൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ. ആ തെളിവുകൾ വളരെ നിർണായകമാണ്. ബെന്നി ബെഹനാൻ 2014 മുതൽ 16 വരെ എന്താണ് സരിതയോട് സംസാരിച്ചത്, ഏതൊക്കെ തരത്തിൽ ഇടപെടലുകളാണ് ബെന്നി ബെഹനാൻ നടത്തിയതെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ആ തെളിവുകളുടെ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. സുരേഷ്, സോളാർ കമ്മീഷനിൽ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്, വിവരങ്ങൾ തന്നെയാണ് സരിത ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. 3 സീറ്റുകളാണ് സരിത ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി തുടങ്ങിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാർ സരിതയുമായി സംസാരിച്ചതിന്റെ വ്യക്തമായ തെളിവുകളടങ്ങുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയിരിക്കുന്നത്. 2014 മുതൽ 16 വരെ ബെന്നി ബെഹനാൻ സോളാർ കേസിലെ പ്രതിയായ സരിതയുമായി സംസാരിച്ചതിന്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ സലിം രാജ് അടക്കമുള്ളവർ സരിതയുമായി സംസാരിച്ചതിന്റെ തെളിവുകളടക്കം ഇപ്പോൾ രേഖകൾ
സോളാർ കമ്മീഷന്റെ ഇന്നത്തെ സിറ്റിംഗ് പുനരാരംഭിച്ചപ്പോൾ സരിത നൽകിയ ഘട്ടത്തിലാണ് വളരെ നിർണായകമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിജു, എല്ലാ രേഖകളെയും അല്ലെങ്കിൽ തനിക്ക് മുന്നിൽ വരുന്ന എല്ലാ തെളിവുകളെയും നിരാകരിക്കുകയാണ് ഏറ്റവും പുതിയൊരു തെളിവ് വന്നിട്ടുണ്ട്. അതായത് സോളാർ കമ്മീഷൻ മുമ്പാകെ ഇപ്പോൾ സരിത 30/7/2011 ടീം സോളാറിന് വേണ്ടി ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നൽകിയ സോളാർ പവർ എനർജി ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെയും അതോടൊപ്പം ട്രൈബൽ ഏരിയയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള കത്തും അതോടൊപ്പം 2 ലക്ഷം രൂപയുടെ ചെക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ളതും ഹാജരാക്കിയിട്ടുണ്ട്. ചെക്ക് നൽകിയവരെ അറിയിച്ചുള്ള കത്താണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, അതായത് ഇന്നിപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, 30/7/2011 ടീം സോളാറിന് വേണ്ടി ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നൽകിയ സോളാർ പവർ എനർജി ലൈറ്റിംഗ് സിസ്റ്റം അതോടൊപ്പം തന്നെ ട്രൈബൽ ഏരിയയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്തും പിന്നെ നേരത്തെ തന്നെ വിവാദത്തിലെ 2 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഹാജരാക്കിയ 2 ലക്ഷം രൂപയുടെ നിധിയിലേക്കുള്ള ചെക്ക്, ആ ചെക്ക് നൽകിയവരെ അറിയിച്ചുള്ള കത്തുമാണിപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും സരിത ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിന്റെ ശരിയായ തെളിവുകൾ ഇപ്പോൾ സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ അതിന്റെ ക്രമത്തിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സരിത വെളിപ്പെടുത്തിയിരുന്നത്, അതായത് സംസ്ഥാനത്തിന്റെ സൗരോർജ്ജ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയെന്ന വളരെ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ സരിത നടത്തിയിരുന്നു. കാരണം നമുക്കറിയാം, സംസ്ഥാനത്തെ ഒരു സൗരോർജ്ജ നയം ശരിയായ രീതിയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടക്കം പദ്ധതികൾ ആ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാനായിരുന്നു സോളാറിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവരുടെ ലക്ഷ്യം എന്ന് വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, സരിത ഒരു കാര്യം പറഞ്ഞിരുന്നത്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് സരിതയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കൂടി ബിസിനസ്സിൽ പങ്കാളിയാക്കണമെന്ന തരത്തിലുള്ള വാർത്തകളാണ്, ആ വിവരങ്ങളാണ് അന്ന് സരിത പറഞ്ഞിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സോളാർ പദ്ധതി എന്നും അതിന് ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി എത്രത്തോളം പങ്കുവഹിച്ചു, തട്ടിപ്പിന് മുഖ്യമന്ത്രി എത്രത്തോളം പങ്കുവഹിച്ചു എന്നുള്ള വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കൊടുക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. കാരണം ആദ്യം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനെ എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിന്നത്. പിന്നീട് സരിതയെ കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലായി. നമുക്കറിയാം, കടപ്ലാമറ്റത്ത് വെച്ച് സരിത മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നതിന്റെ ആ ദൃശ്യം നമ്മൾ പീപ്പിൾ ടിവിയാണ് പുറത്തുവിട്ടത്. അതിനുശേഷം നിരവധി വാർത്തകൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. അതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ തമ്പാനൂർ രവിയുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ തെളിവുകൾ, ഈ വാർത്തകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കാരണം അന്ന് മുതൽ തന്നെ 2 ലക്ഷം രൂപയുടെ ചെക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ആരോപണം ആദ്യം തന്നെ വന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, 2 ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങുകയുണ്ടായി. 2 ലക്ഷം രൂപയുടെ വണ്ടി ചെക്കാണ് നൽകിയത്. ആ വണ്ടി ചെക്ക് നൽകിയ സരിതയാണോ തനിക്ക് 1,80,00,000 രൂപ നൽകിയതെന്ന അടക്കമുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. 2 ലക്ഷം പക്ഷേ അന്ന് തന്നെ സരിതയെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് 2 ലക്ഷം രൂപയുടെ ചെക്കുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണനാണ് നൽകിയത്, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല എന്ന തരത്തിൽ സരിത എന്ന് പറഞ്ഞു. പക്ഷേ 1,80,00,000 രൂപ നൽകിയത് മുഖ്യമന്ത്രിയുടെ അടുത്ത ഏറ്റവും ഡൽഹിയിലെ സഹായിയായ തോമസ് കുരുവിളയ്ക്കാണ്. അത് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ അടുത്ത് വെച്ചുള്ള സ്ഥലത്ത് വെച്ചാണ് 1 കോടി രൂപ നൽകിയത്. 80 ലക്ഷം രൂപ സരിതയുടെ തിരുവനന്തപുരത്ത് ഇടപ്പഴിഞ്ഞ വീട്ടിലുള്ള വസതിയിൽ വെച്ചാണ് നൽകിയതെന്നും സരിത പറഞ്ഞിരുന്നു. ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിന്നിരുന്നത്. പക്ഷേ ഈ വാർത്ത കാണുന്ന ഈ നേരത്തെ പറയുന്നത് പോലെ വളരെ തമാശ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ആൾക്കാർ അരിയാഹാരം കഴിക്കുന്നവരാണെന്ന തരത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം സരിത ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരു മുൻപൊരിക്കൽ സരിത പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന തരത്തിൽ ഒരു വാദം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് സരിത വ്യതിചലിക്കണമെങ്കിൽ തീർച്ചയായും ഇവർ തമ്മിലുണ്ടായിരുന്ന ഡീലിൽ, ഒരുപക്ഷെ തമ്പാനൂർ രവിയും ബെന്നി ബഹനാനും അടക്കമുള്ളവർ പറഞ്ഞിരുന്ന ഡീലിൽ എന്തോ പിശകുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സരിതയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന പണം നൽകിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സരിത മാറ്റി പറഞ്ഞ്. ഏതായാലും അത്തരം കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 3 CD-കൾ, 3 തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ സരിത വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എബ്രഹാം കലമൺ സരിതയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ സിഡിയിൽ, നേരത്തെ നൽകിയ സിഡിയിൽ ഒന്ന് എബ്രഹാം കലമൺ സരിതയെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളടക്കം ഉണ്ട് എന്നാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ അഭിഭാഷകർ ഇതിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചു എന്നതും ഏറ്റവും പുതിയ വാർത്തയായി വരികയാണ്. അതെ, ഈ സ്വാഭാവികമായിട്ടും സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സർക്കാർ അഭിഭാഷകൻ എതിർക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ ബിസിനസ്സുകാരൻ തെളിവുകൾ നശിപ്പിക്കാൻ സരിതയെ നിർബന്ധിച്ചു എന്ന തരത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് അതിന്റെ ഓഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ സോളാർ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അവിടുന്ന് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ടീം സോളാറിന് വേണ്ടി ബിജു രാധാകൃഷ്ണന്റെ ടീം സോളാറിന്റെ സോളാർ പവർ എനർജി ലൈറ്റിംഗ് സിസ്റ്റം അതോടൊപ്പം തന്നെ ട്രൈബൽ ഏരിയയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ
ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ കത്തും അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 2 ലക്ഷം രൂപയുടെ ചെക്കും അത് അറിയിച്ചുള്ള കത്തുമാണ് ഇപ്പോൾ സരിത ഹാജരാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം വന്നിരിക്കുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഹരികൃഷ്ണൻ ജെറ്റ് എയർവേസ് മാനേജരോട് 21/7/2013 ആവശ്യപ്പെട്ട യാത്രാ വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടുള്ള കത്തിന്റെയും അതിന്റെ മറുവശത്ത് യാത്രാ വിവരങ്ങൾ അടങ്ങിയ രേഖയും കമ്മീഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ ഇടപെടലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ മുന്നിൽ കൈമാറിയ വിവരങ്ങൾ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടു, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന തരത്തിൽ നേരത്തെ തന്നെ സരിത തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജെറ്റ് എയർവേസിൽ 21/7/2013 നടത്തിയ യാത്രാ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ ട്രൈബൽ ഏരിയ, അതായത് മുഖ്യമന്ത്രിക്ക് ലൈറ്റിംഗ് സിസ്റ്റം, അതായത് സോളാർ പവർ എനർജി ലൈറ്റിംഗ് സിസ്റ്റം, അതോടൊപ്പം തന്നെ ട്രൈബൽ ഏരിയയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ, അതായത് വിൻമിൽ സ്ഥാപിക്കുന്നതും